ഇന്നത്തെ വീഡിയോ രേണുസുതിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. രേണുസുതിക്ക് വേണ്ടി ആര് നല്ലത് ചെയ്യുന്നു, രേണുസുതി നന്ദികേട് മാത്രമാണ് അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുസുതി കുടുംബത്തിനും വേണ്ടി ഇഷ്ടദാനമായിട്ട് നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു ബിഷപ്പ് നോബിൾ കൊടുത്തിരുന്നത്. എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തിനെ ക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പേരും പറഞ്ഞ്. ഒരാവശ്യവുമില്ലാതെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് വലിച്ചിട്ടത്. അത്രയും നാറ്റിച്ച് വിഷമത്തോടെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ജീവന് വരെ ഭീഷണിയാണ്. എന്തായാലും നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് കാണാം. എന്ത് ഗൂഢാലോചന നടത്താനാണ്? ഞാൻ ആ സ്ത്രീക്കെതിരെ എന്ത് ഗൂഢാലോചനയാണ് നടത്തേണ്ടത്? ഞാൻ അവരെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് ഒരിക്കലും കാണത്തില്ല. അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി, അവരുടെ അന്നത്തെ ജീവിത സമ്പാദനത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു. ഞാൻ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകെപ്പാടെ ചെയ്ത ഒരു നന്മയെന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, PR വർക്കുകാർ, നിങ്ങളുടെ ഉദ്യോഗസ്ഥർ, നിങ്ങൾ ആക്കിയിട്ട് പോയിരിക്കുന്ന ആൾക്കാർ എന്നെ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. ഞാൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു. എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. ഇവരുടെ PR വർക്കേഴ്സ്, വേറെ ആരുമല്ല ചെയ്യുന്നത്. എനിക്ക് ഇന്നുവരെ ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ 2 മക്കൾക്ക് വീടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇദ്ദേഹം ചെയ്തിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയത് ചീത്തപ്പേര് മാത്രമാണ്. ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ജീവന് വരെ ഭീഷണിയാണ്. PR വർക്കേഴ്സ്, വേറെ ആരുമല്ല ചെയ്യുന്നത്. എനിക്ക് ഇന്നുവരെ ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. എന്തായിരുന്നു സംഭവിച്ചത്? അവര് ഇവിടെ എൻ്റെ അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എൻ്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ആളുകളാണ് താങ്കൾക്ക്? 100%. എനിക്ക് ഇതിനു മുൻപേ ഇന്നുവരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായിട്ടില്ല. വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ ത്രെട്ട് വന്നിട്ടില്ല. എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണുസുതിയും തങ്കച്ചനുമാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യന്, ഒരു ഹട്ടില് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ജീവനോ സ്വത്തിനോ എന്ത് നാശം സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദി രേണുസുതി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് നിങ്ങളൊക്കെ പറയുന്നു. ഞാൻ പറയത്തില്ല. ഞാൻ മരിക്കേണ്ടി വന്നാലും ഇവര് സോഷ്യൽ മീഡിയ, നമുക്ക് ഉപകാരം മാത്രം ചെയ്ത വ്യക്തിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും രേണുസുതിക്ക് ഇതിൽ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ രേണുസുതി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് വേറൊരു ശത്രുക്കൾ പോലുമില്ല. അദ്ദേഹം എന്നിട്ടും രേണുസുതിയെ പറ്റി ഒരു മോശമായ രീതിയിൽ പോലും ഒരു സ്ത്രീയാണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞിട്ടില്ല.